ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ കഴിഞ്ഞ ആഴ്ച നാം 16-ാം അധ്യായമാണ് പഠിച്ചു തീർന്നത്. ഇന്ന് നമുക്ക് 17-ാം അധ്യായത്തിന്റെ പഠനം ആരംഭിക്കാം. 17-ാം അധ്യായത്തിൽ ജയാളിയായ കർത്താവിന്റെ പ്രാർത്ഥനയാണ് നാം കാണുന്നത്. പ്രയർ ഓഫ് ദി ഓവർകമർ എന്ന് വേണമെങ്കിൽ പറയാം. മാളികമുറിയിൽ യേശു തന്റെ പ്രിയ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിലുള്ളത്. പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുവും ശിഷ്യന്മാരും കൂടി പെസഹാഗാനം ആലപിച്ചു. മത്തായി 26:30, മർക്കോസ് 14:26 വാക്യങ്ങൾ കാണുക. അതെങ്ങനെയാണ്? പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയി. ഗാനാലാപത്തിന് ശേഷം അവർ മാളികമുറി വിട്ടിറങ്ങി ഗെത്സമന തോട്ടത്തിലേക്ക് നടന്നു നീങ്ങി. ഗെത്സമന തോട്ടത്തിൽ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ചേർന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. മത്തായി 26-ാം അധ്യായത്തിന്റെ 30 മുതൽ 46 വരെയും മർക്കോസ് 14:26 മുതൽ 42 വരെയും വായിച്ചാൽ അത് മനസ്സിലാകും. യോഹന്നാൻ 17-ാം അധ്യായത്തിലുള്ള പ്രാർത്ഥന മാളികമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചതോ ഗെത്സമന തോട്ടത്തിലേക്ക് നടക്കും വഴി പ്രാർത്ഥിച്ചതോ ആകട്ടെ, ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: ഭൂമിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും മഹാത്മ്യമുള്ള പ്രാർത്ഥനയും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയാണ്. സുവിശേഷ രേഖകളുടെ അതിപരിശുദ്ധ സ്ഥലം എന്ന് ഈ പ്രാർത്ഥനയെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് നാം ഈ അധ്യായത്തെ സമീപിക്കുമ്പോൾ നാം വളരെ താഴ്മയോടും ആരാധനയോടും കൂടെ വേണം ഈ പ്രാർത്ഥനയെ നോക്കുവാൻ. പാപികൾക്ക് വേണ്ടി മറുവിലയായി യേശു തന്റെ ജീവനെ യാഗമായി അർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവപുത്രൻ തന്റെ നിത്യപിതാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം എത്ര വലിയതാണെന്ന് ഓർക്കുക. ആ ദിവസം വൈകുന്നേരവും രാത്രിയിലും എന്തൊക്കെ നടന്നു എന്നറിയാമല്ലോ. എന്നാൽ അതിന്റെ നടുവിൽ ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്ന സുപ്രധാന കാര്യം യേശു ജയാളിയാണ് എന്നതാണ്. യേശു തന്റെ ദൗത്യം പൂർത്തീകരിച്ച് പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും പിശാചിന്റെ മേലും ജയമെടുത്ത് താൻ ഏറ്റെടുത്ത രക്ഷണ്യവേല പൂർത്തിയാക്കി. അവനൊരു ബലിയാടാകുകയായിരുന്നില്ല. പ്രത്യുത അവൻ ജയാളിയാണ്, ഇന്നും ജയാളിയായി തന്നെ ഇരിക്കുന്നു. യേശു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ഓർക്കുക. യോഹന്നാൻ 16:33 ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ് എന്ന് യേശു പറഞ്ഞു. ഈ പ്രാർത്ഥനയിൽ ശരിക്ക് പരിശോധിച്ചാൽ 19 പ്രാവശ്യം യേശു ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനയും 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ എളുപ്പം കഴിയും. ഈ രണ്ട് അധ്യായങ്ങൾ തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ആഴമുള്ള പ്രാർത്ഥന വെളിപ്പെടുത്തുന്ന ആത്മീയ സത്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ, അവ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ എനിക്കും നിങ്ങൾക്കും ലോകത്തെ ജയിക്കാനും ഈ ലോകത്തിൽ ജയാളികളായി ജീവിക്കാനും കഴിയും. ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ചിന്തയുടെ മുന്നേറ്റം ഗ്രഹിക്കാൻ ഒട്ടും പ്രയാസമില്ല. ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രം മതി. ഒന്നാമത്, യേശു പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടി തന്നെയാണ്. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥന കിടക്കുന്നത്. യേശു ഇവിടെ പിതാവിനോട് പറഞ്ഞത് ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച തന്റെ പ്രവൃത്തി താൻ തികച്ചു എന്നാണ്. 4-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം 17-ാം അധ്യായത്തിന്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് കിടക്കുന്നത്. അവിടെ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവ് ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കണമെന്നും അവരെ കാത്തുകൊള്ളണമെന്നും യേശു പ്രാർത്ഥിച്ചു. 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 17-ാം വാക്യവും അത് വ്യക്തമാക്കുന്നുണ്ട്. 17-15 ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ, അതായത് ശിഷ്യന്മാരെ കാത്തുകൊള്ളണം. 17-17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. മൂന്നാമതായി യേശു തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചത് 17-20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യേശു എനിക്കും നിങ്ങൾക്കും ദൈവസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. നാം അവനിൽ ഒന്നാകണമെന്നും അവന്റെ മഹത്വം ഒരു നാൾ പ്രാപിക്കണമെന്നും യേശു പ്രാർത്ഥിച്ചു.
17ന്റെ 22, 23 വാക്യങ്ങളിൽ അത് കിടപ്പുണ്ട്. 17ന്റെ 22, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. 23, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവർ ആയിരിക്കേണ്ടതിനും തന്നെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുള്ള യേശുവിന്റെ ഈ പ്രാർത്ഥനയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 17ന്റെ 1 മുതൽ 5 വരെ യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. 17ന്റെ 6 മുതൽ 19 വരെ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 17ന്റെ 20 മുതൽ 26 വരെ യേശു എനിക്കും നിങ്ങൾക്കും ദൈവസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഥവാ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ പ്രവർത്തനത്താൽ ഇനി യേശുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്ക് പ്രധാനമായിട്ട് ഉള്ളത്. നമുക്ക് ഈ പ്രാർത്ഥനയെ വീണ്ടും പരിശോധിക്കുമ്പോൾ യേശു എന്തിനാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? തീർച്ചയായും തന്റെ മുന്നിലുള്ളതും ഉടനെ താൻ അനുഭവിക്കേണ്ടതുമായ കഷ്ടതയ്ക്കായി തന്നെ തന്നെ ഒരുക്കുവാൻ വേണ്ടി യേശു പ്രാർത്ഥിച്ചു. പിതാവ് തനിക്ക് വാഗ്ദത്തം ചെയ്ത തേജസ്സിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യേശു തന്റെ യാഗത്തിനായുള്ള പുതുശക്തി പിതാവിൽ നിന്ന് പ്രാപിച്ചു. എബ്രായലേഖന കർത്താവ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായലേഖനം 12ന്റെ 1 മുതൽ 3 വരെ വായിക്കുക. ഞാനൊരു വാക്യം മാത്രം വായിക്കട്ടെ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ ക്രൂശിനെ സഹിക്കുവാൻ, അപമാനത്തെ അലക്ഷ്യമാക്കുവാൻ പുതുശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനാണ് ഇപ്പോൾ താൻ തനിക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. തന്റെ പ്രിയ ശിഷ്യന്മാരും യേശുവിന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നു. 17-ാം അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങളിൽ ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. അവർക്കെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർക്ക്. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. 17, 18, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് എത്ര വലിയ പ്രോത്സാഹനമായിരുന്നിരിക്കണം. യേശു ശിഷ്യന്മാരുടെ സുരക്ഷിതത്വത്തിനായി, സന്തോഷത്തിനായി, ഐക്യതയ്ക്കായി, അവരുടെ ഭാവി തേജസ്കരണത്തിനായി ഒക്കെ പ്രാർത്ഥിച്ചല്ലോ. ഇതെല്ലാം ഇന്ന് ജീവിക്കുന്ന നമുക്കായും യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അവൻ നമുക്കായി ചെയ്തതും അവൻ നമുക്ക് നൽകിയതും നാം സ്വർഗത്തിലെത്തുമ്പോൾ അവൻ നമുക്കായി ചെയ്യാൻ പോകുന്നതുമെല്ലാം എന്തായിരിക്കുമെന്ന് ഗ്രഹിക്കാൻ ഈ പ്രാർത്ഥന വഴി നമുക്ക് കഴിയുന്നു. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് ദൈവമക്കളായ നമുക്കുള്ള 4 പ്രത്യേക പദവികൾ അറിയിക്കുന്നുണ്ട്. ഈ പദവികളാണ് നമ്മെ ലോകത്തെ ജയിക്കാൻ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ആ പദവികൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്, വി ഷെയർ ഹിസ് ലൈഫ്. നാം അവന്റെ ജീവന്റെ പങ്കാളികളാണ്. അതാണ് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കിടക്കുന്നത്. രണ്ടാമത്, വി നോ ഹിസ് നെയിം. നാം അവന്റെ നാമത്തെ അറിയുന്നു. അതാണ് 17ന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. മൂന്നാമത്, വി ഹാവ് ഹിസ് വേർഡ്. നാം അവന്റെ വചനം ലഭിച്ചവരാണ്. അതാണ് 17ന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നാലാമത്, വി ഷെയർ ഹിസ് ഗ്ലോറി. നാം അവന്റെ തേജസ്സിന്റെ അവകാശികളാണ്. 17-ാം അധ്യായത്തിന്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. അപ്പോൾ അവന്റെ ജീവൻ, അവന്റെ നാമം, അവന്റെ വചനം, അവന്റെ തേജസ്, ഈ 4 പ്രത്യേക പദവികളും അവകാശങ്ങളുമാണ് ലോകത്തെ ജയിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇതെല്ലാം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവന്റെ ജീവനിൽ പങ്കാളികളാകുവാൻ, അവന്റെ നാമത്തെ അറിയുവാൻ, അവന്റെ വചനം ലഭിക്കുവാൻ, അവന്റെ തേജസ് പ്രാപിക്കുവാൻ ഒക്കെ കർത്താവ് നമുക്ക് അവകാശം തരുന്നു. ഈ അവകാശങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത്. നമുക്കിത് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്, വി ഷെയർ ഹിസ് ലൈഫ്. നാം അവന്റെ ജീവന്റെ പങ്കാളികളാണ് എന്ന കാര്യം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലുള്ളത് നമുക്ക് ചിന്തിക്കാം. ഞാൻ ആ വാക്യങ്ങൾ വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, പരിശോധിക്കാം. യേശു യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കാണുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നോർക്കുക. എന്നാൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ താൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു തരത്തിലും സ്വാർത്ഥപരമായ പ്രാർത്ഥനയായിരുന്നില്ല. വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അത് സുവ്യക്തമാകും. നമ്മുടെ കർത്താവിന്റെ ഭാരം ദൈവമഹത്വമായിരുന്നു. ഈ മഹത്വം വെളിപ്പെടുന്നത് യേശു കാൽവറി ക്രൂശിൽ തന്റെ പ്രവൃത്തി തികയ്ക്കുമ്പോഴാണ്. ദൈവത്തിന്റെ ദാസനായി വന്ന യേശുവിന് പിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സഹായം പിതാവായി ദൈവത്തോട് ചോദിക്കുന്നതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. നമ്മെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഓർക്കുകയാണെങ്കിൽ അതിലെ ഒന്നാമത്തെ അപേക്ഷ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലുണ്ട്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് ആ അപേക്ഷ. യോഹന്നാൻ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിലും ഈ കാര്യത്തിനാണ് ഒന്നാമത് ഊന്നൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ആ പ്രാർത്ഥന നോക്കാം. 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ സമയക്രമത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിരിക്കുന്നതും നാഴിക എന്ന് പരാമർശിക്കുന്നതും നാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് ഒന്നുകൂടെ ഓർമ്മയിൽ വരികയാണ്. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോഴാണ് ഈ നാഴികയുടെ കാര്യം അല്ലെങ്കിൽ ദൈവിക സമയക്രമത്തിന്റെ കാര്യം ആരംഭിക്കുന്നത്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദൈവിക സമയക്രമം പാലിച്ചാണ് ജീവിച്ചത്. താൻ പിതാവിന്റെ ഹിതത്തിലാണ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നതെന്നും യേശുവിന് അറിയാമായിരുന്നു. സങ്കീർത്തനം 31:15 എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ സംബന്ധിച്ച് പൂർണ്ണമായും ശരിയായിരുന്നു. മഹത്വം എന്ന സുപ്രധാന വാക്ക് നാം വായിച്ച ഈ 5 വാക്യങ്ങളിൽ 5 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. യേശു ഉപയോഗിച്ച മഹത്വം എന്ന വാക്കിന്റെ വിവിധ അർത്ഥതലങ്ങൾ നാം തിരിച്ചറിയണം. 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞത് നോക്കുക. പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇവിടെ യേശു പരാമർശിക്കുന്നത് യേശു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തെയാണ്. താൻ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ച് ശുശ്രൂഷിക്കുകയും കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്തപ്പോൾ ഈ മഹത്വം താൻ വേണ്ടെന്ന് വെച്ച് അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നുവല്ലോ. 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പിതാവ് നൽകിയ പ്രവൃത്തി താൻ പൂർണ്ണമായി തികച്ചു എന്നും അതുവഴി തന്റെ ജീവിതവും പ്രവർത്തനവും കൊണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നും ദൈവത്തെ അറിയിക്കുകയാണ്. 17-ന്റെ 1-ലും 5-ലും പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന മഹത്വം തിരികെ നൽകണം എന്ന് അപേക്ഷിക്കുകയാണ്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ പുത്രൻ പ്രവൃത്തി തികച്ച് മഹത്വത്തോടെ തന്നെ മടങ്ങി പിതാവിന്റെ അടുക്കൽ ചെന്ന് പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനാണ്. ഈ പ്രാർത്ഥനയിൽ ഉടനീളം 8 പ്രാവശ്യം മഹത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു സുപ്രധാന ചിന്ത തന്നെയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പിതാവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നുവല്ലോ. ഉദാഹരണത്തിന് യോഹന്നാൻ 2:11 11:40 കേൾക്കുക. 2:11 കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ഒന്നാമത്തെ അടയാളം ചെയ്തതിന് ശേഷം യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. 2:11 യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മഹത്വം വെളിപ്പെടുത്തി. 11:40 ലാസറിനെ ഉയർപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ യേശു സഹോദരിമാരോട് പറയുകയാണ്. 11:40 യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ യേശു തന്റെ കഷ്ടതയിലും മരണത്തിലും കൂടിയാണ് പിതാവിന് ഏറ്റവും കൂടുതൽ മഹത്വം കൊണ്ടുവന്നത്. യോഹന്നാൻ 12:23 മുതൽ 25 വരെയും
13-ന്റെ 31, 32 വാക്യങ്ങൾ വായിക്കുക. 12-ന്റെ 23, 24, 25, 13-ന്റെ 31, 32. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 12-ന്റെ 23, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 13-ന്റെ 31, 32, അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ കാൽവറി മനുഷ്യന്റെ പാപത്തിന്റെ പ്രതികരണമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കാൽവറി ക്രൂശ് ദൈവത്തിന്റെ കൃപയുടെയും മഹത്വത്തിന്റെയും വെളിപ്പാടും കൃപയുടെയും മഹത്വത്തിന്റെയും മഹത്വവൽക്കരണവുമായിരുന്നു. 17-ന്റെ 4-ൽ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു സ്വർഗത്തിലേക്ക് മടങ്ങുന്നതാണ് മുമ്പിൽ കാണുന്നത്. ഇവിടെ ഭൂമിയിലെ പ്രവൃത്തികൾ തികച്ചു, ഇനി സ്വർഗത്തിലേക്ക് മടങ്ങുകയാണ്. യേശുവിന് ചെയ്യുവാൻ പിതാവ് കൊടുത്ത പ്രവൃത്തിയിൽ യേശു നൽകിയ സന്ദേശങ്ങളുണ്ട്, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, യേശു പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു അത് പറയുന്നുണ്ട്. യോഹന്നാൻ 5-ന്റെ 17ഉം 19ഉം കേൾക്കുക. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ പിതാവ് നൽകിയ പ്രവൃത്തിയിൽ ഭാവി ശുശ്രൂഷയ്ക്കായി തന്റെ ശിഷ്യന്മാരെ ഒരുക്കിയതും കാൽവറി ക്രൂശിൽ യേശു യാഗമരണം വരിക്കുന്നതും എല്ലാം ഉൾപ്പെട്ടിരുന്നു. ആ കാൽവറി ക്രൂശിലെ യേശുവിന്റെ യാഗമരണം ഏറ്റവും സുപ്രധാനമാണ് എന്ന് മറക്കരുത്. എബ്രായലേഖനം 9, 10 അധ്യായങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ നിന്ന് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ചേർത്താൽ യേശു തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മഹത്വം പ്രാപിക്കുന്നത് നമുക്ക് കാണാം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഈ പ്രവൃത്തി തികയ്ക്കുവാനാണ് യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചത്. യേശു നമുക്കായി പൂർത്തീകരിച്ച ഈ രക്ഷണ്യ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് വിശ്വാസികളായ നമുക്ക് നിത്യജീവൻ എന്ന ദാനം ലഭിക്കുന്നത്. അതേക്കുറിച്ചാണ് 17-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 17-ന്റെ 2-3, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇവിടെ കൊടുക്കുക അഥവാ നൽകുക, ഗിവ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 17 പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യം യേശു പ്രസ്താവിക്കുന്ന ഒരു കാര്യം വിശ്വാസികൾ പിതാവ് പുത്രന് നൽകിയ ദാനമാണെന്നാണ്.
ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 17:2 നീ അവന് നൽകിയിട്ടുള്ളവർ. 17:6 ലോകത്തിൽ നിന്ന് നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. 17:9 നീ എനിക്ക് തന്നിട്ടുള്ളവർ. 17:11-12 നീ എനിക്ക് തന്നിരിക്കുന്ന. 17:24 നീ എനിക്ക് തന്നിട്ടുള്ളവർ. 17:2, 6, 9, 11, 12, 24 വാക്യങ്ങളിൽ വിശ്വാസികൾ പിതാവായ ദൈവം പുത്രന് നൽകിയ ദാനമാണെന്ന് വ്യക്തമാക്കുകയാണ്. പിതാവായ ദൈവം പുത്രനെ തൻ്റെ സ്നേഹദാനമായി ലോകത്തിന് നൽകി എന്ന ചിന്തയാണ് നാം പരിചയിച്ചിരിക്കുന്നത്. യോഹന്നാൻ 3:16 മാത്രം ഓർക്കുക. ദൈവം ലോകത്തെ അത്ര അധികം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം നമുക്ക് നൽകി. ഈ ചിന്തയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉറപ്പിക്കുന്ന ഒരു സത്യം പിതാവ് പുത്രന് നൽകുന്ന സ്നേഹദാനമാണ്. പിതാവ് ലോകത്തിന് നൽകുന്ന സ്നേഹദാനമല്ല, പിതാവ് പുത്രന് നൽകുന്ന സ്നേഹദാനം. അതെന്താണ്? വിശ്വാസികളായ നാം ഓരോരുത്തരും. വിശ്വാസികൾ പിതാവ് പുത്രന് നൽകിയവരാണ്. നാം വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരെയും പിതാവായ ദൈവമാണ് പുത്രന് നൽകിയത്. ഈ കാര്യം നാം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ടതാണ്. ഈ വിഷയം നാം തുറന്ന് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ മുഖ്യ വിഷയങ്ങളിൽ ഒന്ന് നിത്യജീവനാണ്. ഏതാണ്ട് 17 പ്രാവശ്യം യോഹന്നാൻ അത് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിത്യജീവൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സൗജന്യദാനം അല്ലെങ്കിൽ സൗജന്യ സമ്മാനമാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 15, 16, 36, 6:47, 10:28 വാക്യങ്ങൾ കാണുക. ഞാനതിൽ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാൻ 3:15 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. 6:47 വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. 10:28 ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. പിതാവ് പുത്രന് നൽകുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകുവാനുള്ള അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. പിതാവ് മനുഷ്യരെ പുത്രന് നൽകുന്നു, പുത്രൻ അവർക്ക് നിത്യജീവനെ നൽകുന്നു. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ എന്ന ദാനം ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പിതാവ് നമ്മെ പുത്രന് നൽകിയിരിക്കുകയാണ്. നാം പിതാവിനാൽ പുത്രന് നൽകപ്പെട്ടപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ ഇത് മനുഷ്യ മനസ്സുകൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനോ വിശദീകരിക്കുവാനോ കഴിയാത്ത ഒരു ആത്മീയ മർമ്മമാണ്. അത് നാം വിശ്വാസത്താൽ സ്വീകരിക്കണം. എന്താണ് നിത്യജീവൻ? അത് നാം ചിന്തിക്കേണ്ടതാണ്. എന്താണ് നിത്യജീവൻ? വ്യക്തിപരമായി ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ശ്രദ്ധിക്കണം, ദൈവത്തെ കുറിച്ച് അറിയുന്നതല്ല, ദൈവത്തെ അറിയുന്നത്. വ്യക്തിപരമായി ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവവുമായി നമുക്കുണ്ടാകുന്ന വ്യക്തിബന്ധമാണ് നിത്യജീവൻ. പുത്രൻ വഴിയല്ലാതെ നമുക്ക് പിതാവായ ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു അത് ശിഷ്യന്മാരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നിത്യജീവൻ ആർക്കും ലഭിക്കുകയില്ല. അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ആയില്ല. നഷ്ടപ്പെട്ട ഒരു പാപി നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ ഉടമയാകുവാൻ ദൈവവിശ്വാസം മാത്രം ഒരിക്കലും മതിയാവുകയില്ല. ഞാനൊരു തെളിവ് തിരുവചനത്തിൽ നിന്ന് പറയട്ടെ. യാക്കോബിന്റെ ലേഖനം 2:19. യാക്കോബ് 2:19 ദൈവം ഏകൻ എന്ന് പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളെല്ലാം ദൈവം ഏകനാണ്, ദൈവവിശ്വാസം അവർക്കുണ്ട്. എന്നാൽ അതെന്ന് പറഞ്ഞാൽ ശരിയായ ദൈവവിശ്വാസം അവരെ നിത്യജീവന്റെ ഉടമകളാക്കുന്നില്ലല്ലോ. നമ്മുടെ കർത്താവ് യഹൂദ മത നേതാക്കന്മാരുമായി സംവദിച്ചത് യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 12 മുതലുള്ളത് വായിക്കുക. അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ആളുകൾ മതഭക്തന്മാരും ദൈവവിശ്വാസികളും ആയിരുന്നാലും അവർക്ക് വ്യക്തിപരമായി ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. മതഭക്തന്മാര്, ദൈവവിശ്വാസികള് അവരെല്ലാം നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല.
അവർക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിത്യജീവൻ സൽസ്വഭാവം കൊണ്ടോ നല്ല പെരുമാറ്റം കൊണ്ടോ ഒന്നും നമുക്ക് നേടാൻ കഴിയുകയില്ല. പ്രത്യുത നാം പാപികളാണെന്ന് സമ്മതിച്ച് ആ പാപജീവിതത്തെക്കുറിച്ച് അനുതപിച്ച് രക്ഷിക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നറിഞ്ഞ് അത് പൂർണ്ണമായി വിശ്വസിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു എന്നുണ്ടല്ലോ. പിതാവ് പുത്രന്റെ അപേക്ഷ കേട്ട് പുത്രനെ മഹത്വപ്പെടുത്തി. നാം ആ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്ന് ചിന്തിച്ചാൽ, പിതാവായ ദൈവം പുത്രന്റെ അപേക്ഷ കേട്ട് പുത്രനെ മഹത്വപ്പെടുത്തി. ഇന്ന് സ്വർഗത്തിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വവാനായ ഒരു ദൈവമനുഷ്യൻ, എ ഗോഡ് മാൻ, യേശുക്രിസ്തു ഉണ്ട്. മഹത്വം പ്രാപിച്ച ദൈവമനുഷ്യൻ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിലുണ്ട്. അവൻ സ്വർഗത്തിൽ മഹത്വപ്പെട്ടവനാകൊണ്ട് ഭൂമിയിൽ പാപികൾക്ക് രക്ഷ പ്രാപിക്കാം. യേശുവിനെ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏതൊരാൾക്കും നിത്യജീവൻ എന്ന ദൈവദാനം പ്രാപിക്കുവാനായിട്ട് കഴിയും. നിത്യജീവൻ പ്രാപിച്ച നാം അവന്റെ ജീവനിൽ പങ്കാളികളാണല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം അതാണെന്ന് ഓർക്കണം. നമുക്ക് അവന്റെ ജീവനിൽ പങ്കാളിത്തമുണ്ട്. അതെങ്ങനെയാ ഉണ്ടാകുന്നത്? നിത്യജീവൻ പ്രാപിക്കുമ്പോഴാണ്. നിത്യജീവൻ പ്രാപിച്ച നാം അവന്റെ ജീവനിൽ പങ്കാളികളാണ്. നാം അവന്റെ ജീവനിൽ പങ്കാളികളായതുകൊണ്ട് നമുക്ക് ലോകത്തെ ജയിക്കാം. കാരണം നാം അവന്റെ ജയത്തിലും പങ്കാളികളാണ്. 1 യോഹന്നാൻ 5:4 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം ഓരോരുത്തരും ആദ്യം ലോകത്തിൽ മനുഷ്യനായി ജനിച്ചു വീണപ്പോൾ നാം വാസ്തവത്തിൽ ആദാമിൽ നിന്നാണ് ജനിച്ചത്. അഥവാ നമുക്കൊന്ന് ആദാമ്യ പ്രകൃതിയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മെ നാശത്തിലേക്കും മരണത്തിലേക്കും പരാജയ ജീവിതത്തിലേക്കുമാണ് കൊണ്ടുപോയിരുന്നത്. എന്നാൽ നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പുതുതായി ജനിക്കുമ്പോൾ, നിത്യജീവൻ നമ്മളുടെ അവകാശമാകുമ്പോൾ നാം ജയാളികളായിട്ടാണ് ജനിക്കുന്നത്. നമുക്കതുകൊണ്ട് ലോകത്തെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യേശുക്രിസ്തു പൂർത്തീകരിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ വിലയേറിയ സത്യം സാത്താൻ തമസ്കരിക്കുവാൻ ശ്രമിക്കുന്നു. കാരണം സാത്താനും ഒരു സത്യം അറിയാം. എന്താണ് സത്യം? നമ്മുടെ ആത്മീയ ജയത്തിന്റെ അടിസ്ഥാനം യേശു പൂർത്തീകരിച്ച രക്ഷണ്യ വേലയാണ്. വെളിപ്പാട് 12:11 ഓർക്കുക. വെളിപ്പാട് 12:11 അവർ സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. യേശുക്രിസ്തു പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ ജയശക്തി കവർന്നെടുക്കാൻ പിശാചിനെ നാം ഒരിക്കലും അനുവദിക്കരുത്. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് സാത്താനെയും വിശ്വാസത്താൽ ലോകത്തെയും ജയിച്ച് നമുക്ക് ജയജീവിതത്തിൽ മുന്നേറാനായിട്ട് കഴിയും. അങ്ങനെ ജയജീവിതത്തിൽ മുന്നേറുവാനായിട്ടാണ് നമുക്ക് അവന്റെ ജീവനിൽ പങ്കാളിത്തം, നിത്യജീവൻ നമുക്ക് നൽകുക വഴി അവന്റെ ജീവനിൽ നമുക്ക് പങ്കാളിത്തം തന്നത്. ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവന്റെ ഉടമകളായിട്ടില്ലെങ്കിൽ പറഞ്ഞത് ഓർക്കുക. ദൈവത്തെക്കുറിച്ച് അറിയുന്നതല്ല ദൈവവിശ്വാസമല്ല. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവവിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചിരിക്കുന്നതും എന്നെ നിത്യജീവന്റെ ഉടമയാക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായി ദൈവത്തെ അറിയണം. യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തെ വ്യക്തിപരമായി അറിയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് അവന്റെ ജീവനിൽ പങ്കാളികളാകുവാൻ കഴിയും. അവന്റെ ജീവന്റെ പങ്കാളികൾക്ക് ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ധൈര്യപ്പെടുവീൻ, നിങ്ങൾക്കും ലോകത്തെ ജയിക്കാനായിട്ട് കഴിയും എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക ചെയ്തത്. ജയജീവിതം നയിക്കുവാനായിട്ട്, നിത്യജീവന്റെ ഉടമകളായിട്ട് മാറുവാൻ നമുക്ക് നമ്മളെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ച ഈ മഹനീയ പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അതുവഴി അവിടുന്ന് വെളിപ്പെടുത്തിയ ആത്മീയ സത്യങ്ങൾക്കായിട്ട് നന്ദി പറയും. കർത്താവെ, ഞങ്ങൾക്ക് നിത്യജീവൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നുവല്ലോ. നിന്റെ ജീവനിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് ബന്ധപ്പെട്ട് നിത്യജീവന്റെ ഉടമകളായി ലോകത്തെ ജയിക്കുന്ന ജയാളികളായി തീരുവാൻ തക്കവണ്ണം, യേശു ജയിച്ചതുപോലെ ഞങ്ങളും ജയിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം വലിയ കൃപ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിത്യജീവൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ നിത്യജീവന്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് ഞങ്ങൾ അറിയുന്നു. ആ നിത്യജീവന്റെ ഉടമകളായി തീരുവാൻ, ജീവനിൽ നിന്ന് ജീവനിലേക്ക് മുന്നേറുവാൻ
ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.